ഹലോ ഹായ്, വെൽക്കം ടു അനദർ ഷോട്ട്. ഇത് മംഗളകാവാടെന്നൊക്കെ നിങ്ങൾ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോർട്ടിൻ്റെ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാനിപ്പോൾ എവിടെയാണ്. ഞാനിപ്പോൾ ഉള്ളത് വല്ലാർപാടം പള്ളിയിലാണ് ഞാനിവിടെ ഉള്ളത്. ഈ അടിച്ചു വരുന്നതിൻ്റെ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആ കാണുന്നതാണ് വല്ലാർപാടം പോർട്ട്, അതായത് നമ്മുടെ കണ്ടെയ്നർ തുറമുഖമാണ് ആ ഭാഗത്തു നിന്ന് കാണുന്നത്. ഈ വല്ലാർപാടം പള്ളിയുടെ പെരുന്നാളാണ് ഏകദേശം, എനിക്ക് തോന്നുന്നു അത് അടുത്ത് വരുവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ കാര്യങ്ങളെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ അടിച്ചു വരുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതിവിടുത്തെ ഒരു അടിമകളാണ് അതിങ്ങനെ അടിച്ചു വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ അടിച്ചു വരുവാണെങ്കിൽ ആ കാര്യം സാധിക്കും എന്നാണ് ഇവിടുത്തെക്കാരുടെ വിശ്വാസം. എനിക്കതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഒരു ചെറിയൊരു ഷോട്ടിൽ ഞങ്ങളൊരു പേഴ്സണലായിട്ട് ഒരു സ്ഥലത്ത് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ അടുത്താണ് വല്ലാർപാടം ചർച്ച് എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് ഇത് ഫേമസ് ആയിട്ടുള്ള വല്ലാർപാടം ഹാർബറിലേക്കാണ്. വളരെ അടുത്താണ് ഈ ഹാർബറിൻ്റെ സ്ഥലമൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. രണ്ട് സൈഡും കായലും അതുപോലെ തന്നെ നമ്മുടെ ബോൾഗാട്ടി ഹയാറ്റ് ലുലുവിൻ്റെ ഹോട്ടലൊക്കെ ഈ പോണ വഴിക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഹാർബറിലെത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ചു. എന്ത് മീനാണെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഷെൽ ഫിഷൊന്നും അധികം മേടിച്ചില്ല, കാരണം അലർജിക്കുണ്ട് എനിക്ക്. അതുകൊണ്ട് ഷെൽ ഫിഷും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ച മീനിൻ്റെ ലാസ്റ്റ് പറയാം. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വല്ലാർപാടത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വെള്ളക്കാന്താരി റെസ്റ്റോറൻറ്റിലാണ് പോയത്. പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പല വ്ളോഗേഴ്സും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് എഴുതിയതാണ്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അതിനോട് ഇഷ്ടപ്പെട്ടില്ല. കാരണം സെർവിങ്ങും എല്ലാം ഭയങ്കര മോശമായിരുന്നു. പിന്നെ കൊഴുവയും സ്ക്വിഡും പിന്നെ അതുപോലെ തന്നെ പ്രോണുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞാൻ ഇത് മാത്രമാണ് കഴിച്ചുള്ളൂ, കൊഴുവ് മാത്രമാണ് കഴിച്ചുള്ളൂ. ഭയങ്കര ഉളുമ്പിൻ്റെ മണമായിരുന്നു. ടേസ്റ്റ് ഭയങ്കര ഫ്ലോപ്പായി പോയി കേട്ടോ. അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ മീനാണ് ഞങ്ങൾ മേടിച്ചത്. ഇതിന് ഞങ്ങളിവിടെ പറയുന്നത് പുള്ളി മോത ആൻഡ് വങ്കട വറ്റാനാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ